ബിഗ് ബോസ് മലയാളം സീസൺ 6 പ്രൊമോ അപ്ഡേറ്റിലേക്കാണ് പോകുന്നത്. വീക്കെൻഡ് എപ്പിസോഡ് നമ്മുടെ ലാലേട്ടൻ വന്നിട്ടുള്ള ഔട്ട്സൈഡിൽ നിന്നുള്ള ഒരു പ്രൊമോ വന്നിട്ടുണ്ട്. ഇനിയും എയർ പോക്കറ്റുകളിൽ പതിക്കുമോ ബിഗ് ബോസ് യാത്ര എന്നുള്ള തലക്കെട്ടോടുകൂടിയാണ് ഈ ഒരു പ്രൊമോ വന്നിരിക്കുന്നത്. ആദ്യം തന്നെ ലാലേട്ടൻ ഒരു ഹെലികോപ്റ്റർ അവിടെ കാണുന്നുണ്ട്. അതിനുശേഷം ലാലേട്ടൻ പറയുകയാണ്, ശാന്തമായി റൺവേയിലൂടെ പിന്നെ ഗതിവേഗം കൈവരിച്ച് കുതിച്ചുകൊണ്ട് ഒരു ടേക്ക് ഓഫ്, കലുഷിതമായ അന്തരീക്ഷത്തിലും ഉയരങ്ങളിലേക്കുള്ള പ്രയാണം. ഒരു വിമാനയാത്രയോട് ഉപമിച്ചുകൊണ്ടാണ് സത്യത്തിൽ ഈ ഒരു പ്രൊമോ വന്നിരിക്കുന്നത് തന്നെ. ബിഗ് ബോസ് 100 ദിനം ഒരു വിമാനയാത്രയെങ്കിൽ പോയ വാരം താരതമ്യേന ശാന്തം. പക്ഷേ സാഹചര്യങ്ങൾ ഇനി മാറിയേക്കാം. ഇന്ന് ഞാൻ ബിഗ് ബോസ് യാത്രക്കാരെ കാണും. വീണ്ടും എയർ പോക്കറ്റുകളിൽ പതിക്കാനുള്ള സാധ്യതകളുണ്ടോ? അന്തരീക്ഷം കലുഷിതമാകുമോ എന്നറിയേണ്ടേ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഈ ഒരു പ്രൊമോ അവസാനിക്കുന്നത്. സത്യത്തിൽ ഇത് ഒരു ചെറിയൊരു പ്രൊമോയാണെങ്കിലും ഇതിലൂടെ ഒരുപാട് ട്വിസ്റ്റുകൾ ബിഗ് ബോസ് വീട്ടിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ ലാലേട്ടൻ ഓർമ്മിപ്പിക്കുകയാണ്. ആദ്യം തന്നെ ബിഗ് ബോസ് വീടിനകത്തും പുറത്തും ഒരുപാട് കോൺട്രവേഴ്സികൾ ഇപ്പോൾ നിറഞ്ഞു നിന്നുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ. ഒരുപക്ഷെ അതിനെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു പ്രൊമോയായിട്ട് നമുക്കിതിനെ വിശകലനം ചെയ്യാം. ആദ്യം തന്നെ ഇപ്പോൾ ശാന്തമായ റൺവേയിലൂടെ പിന്നെ ഗതിവേഗം കൈവരിച്ച് കുതിച്ചുകൊണ്ട് ഒരു ടേക്ക് ഓഫ്, കലുഷിതമായ അന്തരീക്ഷത്തിലും ഉയരങ്ങളിലേക്കുള്ള പ്രയാണം എന്ന് പറയുമ്പോഴും പുറത്തുള്ള സാഹചര്യം നേരെ ബിഗ് ബോസിനെതിരാണ് എന്നതിൽ നിന്നും കുതിച്ചുകൊണ്ട് തന്നെ ബിഗ് ബോസ് ഇനിയും മുന്നോട്ടുള്ള ജൈത്രയാത്ര തുടരും എന്നുള്ളത് തന്നെയാണ് പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ഇന്ന് എന്തെങ്കിലുമൊക്കെ ട്വിസ്റ്റുകൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ലാലേട്ടൻ തന്നെ പറയുന്നത് കഴിഞ്ഞ വീക്ക് ശാന്തമായിരുന്നു, എന്നാൽ ആ ഒരു ശാന്തതയിൽ നിന്നും സാഹചര്യങ്ങൾ മാറിയേക്കാം എന്നുകൂടെ പറയുന്നുണ്ട്. അതുമാത്രമല്ല എയർ പോക്കറ്റുകളിൽ പതിക്കാനുള്ള സാധ്യത ആർക്കെങ്കിലും ഉണ്ടാവുമോ എന്നും കൂടെ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ലാലേട്ടന്റെ ഭാഗത്തു നിന്നും നല്ലൊരു പ്രഷർ മത്സരാർത്ഥികൾക്ക് ഉണ്ടാവും എന്നാണ് തോന്നുന്നത്. കാരണം ശാന്തമായ അന്തരീക്ഷത്തിൽ നിന്നും നേർ വിപരീതമായിട്ട് അവർക്കൊരു ഭീകരമായ സിറ്റുവേഷൻ തന്നെ ഉണ്ടാവാനുള്ള സാധ്യത എന്തായാലും ലാലേട്ടൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പുറത്തുള്ള കോൺട്രവേഴ്സികളിൽ നിന്നെല്ലാം അതിനെയെല്ലാം തരണം ചെയ്തുകൊണ്ട് ബിഗ് ബോസ് ഷോ മുന്നോട്ട് കുതിക്കുന്നു എന്നൊരു മെസ്സേജ് കൂടിയാണ് ഈ ഒരു പ്രൊമോയിലൂടെ ലാലേട്ടൻ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഇനിയിപ്പോൾ അടുത്തത് സ്റ്റേജിന്റെ ആ ഒരു പ്രൊമോ ആയിരിക്കും വരുന്നത് ഈ വീക്ക്. അതായത് ഇന്നിപ്പോ എവിക്ഷൻ നടക്കും. ആരാണ് ഇന്ന് എവിക്റ്റ് ആവുക എന്നതിനെ പറ്റി പ്രേക്ഷകരും അല്ലാതെ ആശങ്കയിലാണ്. കാരണം ഒരു ട്വിസ്റ്റ് ഉണ്ട് എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു ട്വിസ്റ്റ് നിറഞ്ഞ ഒരു വ്യക്തി ആയിരിക്കും ബിഗ് ബോസ് വീട്ടിൽ നിന്നും യാത്ര പറയുന്നത്. നമുക്ക് എന്തായാലും കാത്തിരിക്കാം എന്തൊക്കെയാണ് ഇനി ബിഗ് ബോസ് വീട്ടിൽ സംഭവിക്കാൻ പോകുന്നത്. ലാലേട്ടൻ വന്നിട്ട് എന്തൊക്കെയായിരിക്കും ചോദിക്കും. അതിനെക്കുറിച്ചുള്ള അടുത്ത പ്രൊമോയുമായി വീണ്ടും വരാം. സോ ഈ ഒരു പ്രമേയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാൻ, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക.